സംസ്ഥാന ബജറ്റിൽ കായിക വകുപ്പിന് വലിയ പരിഗണന ലഭിച്ചുവെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ് 24-നോട്. ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥാപിക്കുന്നത് കേരളത്തിൽ വലിയ ഇവന്റുകൾ വരാൻ കാരണമാകുമെന്ന് പറയുന്നു. ഫുട്ബോളിനെ കേരളം വലിയ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഈ സമയത്ത് സ്റ്റേഡിയം പ്രഖ്യാപനം പ്രതീക്ഷ നൽകുന്നെന്നും മന്ത്രി ഒ.ജെ. ജനീഷ് 24-നോട്. ബജറ്റ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ചില വകുപ്പുകൾക്ക് അപ്രതീക്ഷിതമായി ചില പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കായിക വകുപ്പിനുണ്ടായത് 50 കോടി രൂപ ചിലവഴിച്ച് വടക്കൻ കേരളത്തിൽ ഒരു ഫുട്ബോൾ പ്രേമികളെ തൃപ്തിപ്പെടുത്തും വിധം അവിടെ ഒരു സ്റ്റേഡിയം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് 24-നോടൊപ്പം ചേരുന്നുണ്ട്. മിസ്റ്ററെ, ഇന്ന് പദ്ധതി പ്രഖ്യാപനങ്ങളെല്ലാം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. കായിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കായിക വകുപ്പിന് മികച്ച രീതിയിൽ സർക്കാർ പരിഗണിച്ചു എന്നുള്ള ചിന്ത തന്നെയാണോ? തീർച്ചയായും കായിക വകുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ പരിഗണനയാണ് ബഡ്ജറ്റിനകത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, വളരെ സ്പെസിഫിക് ആയി തന്നെ മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും അതിന് 50 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ഒരുപാട് കളിക്കാർക്കൊക്കെ ഉയരങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ സഹായകരമാകുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണത്. അപ്പോൾ അതിൽ വലിയ പോസിറ്റീവായി തന്നെയാണ് അതിനെ കായിക കേരളം നോക്കിക്കാണുന്നത്. ഇതിൽ നമ്മൾ 50 കോടി പ്രഖ്യാപനം മിനിസ്റ്റർ പറഞ്ഞത് ഒരു വേൾഡ് കപ്പ് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. വളരെ ആവേശത്തോടെയാണ് സമൂഹമാധ്യമങ്ങളടക്കം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ എൽ.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, സ്റ്റേഡിയം നിർമ്മാണം. പക്ഷേ അത് നടന്നിട്ടില്ല. ഈ പ്രഖ്യാപനത്തിലും അങ്ങനെ തരത്തിലുള്ള അപ്രായോഗികതയിൽ നിലനിൽക്കുന്നുണ്ടെന്നൊരു ആശങ്ക കൂടി. അല്ല, അത് ആ ഒരു അപ്രായോഗികതയുടെ കാര്യം പൊതുവിൽ ജനങ്ങൾക്കിടയിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എൽ.ഡി.എഫ് പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും നടക്കാതെ പോയത് കൊണ്ടാണ്. അത് എൽ.ഡി.എഫ് അല്ലല്ലോ, യു.ഡി.എഫ് അല്ലേ. ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ജനങ്ങളെ ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രഖ്യാപനങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലെ ഗൗരവമുണ്ട്. വളരെ സ്പെസിഫിക്കായി തന്നെ ഒരു മലബാറിൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പഠനം കൂടി നടത്തിയതിന് ശേഷമാണ് കേരളം മുഴുവൻ ഫുട്ബോളിന് വലിയ രീതിയിൽ ആവശ്യത്തോട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ്. അത് നടക്കും. ഈ 2036 ഒളിമ്പിക്സ് താരങ്ങളെ വാർത്തെടുക്കാൻ നമ്മൾ മിഷൻ 2036 പ്രഖ്യാപിക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ കായിക വകുപ്പിന് കൃത്യമായൊരു പിന്തുണ കിട്ടുന്നില്ല എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു പ്രഖ്യാപനം കൂടി വരുന്നത്. ഈ അത്ലറ്റിക്സിലാണ് കേരളത്തിന് എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡലൊക്കെ നേടാൻ മെഡൽ വേട്ട നടത്തിയിട്ടുള്ള അത്ലറ്റിക്സിലാണ്. എപ്പോഴൊക്കെ അത്ലറ്റിക്സിൻ്റെ ഒരു മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പിന്തുണയിലൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തണം. അതോടൊപ്പം തന്നെ 2036 ഇന്ത്യ ഒളിമ്പിക്സിന് വേദിയാവുകയാണെങ്കിൽ അന്ന് രാജ്യത്ത് വലിയൊരു മെഡൽ വേട്ടയ്ക്ക് തയ്യാറെടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. 2036 കേരളത്തിന് മെഡൽ വേട്ട നടത്തണമെങ്കിൽ അത് ഇപ്പോൾ ആരംഭിക്കണം. ഈ 10 വർഷം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടുന്ന ഒരു മുന്നൊരുക്കം കൂടിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. നമ്മളതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതുപോലെ കായിക വകുപ്പിന് ഒരുപാട് ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. അതിന് പ്രചോദനമാകും വിധത്തിലാണ് ഇപ്പോഴുള്ള പുതിയ ബജറ്റ് പ്രഖ്യാപനമെന്നാണ് കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറയുന്നത്. ക്യാമറമാൻ സജീവിനൊപ്പം അജ്മൽ ദറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.